നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല. പിന്നെ 4-5 കൊല്ലമായിട്ടുള്ള ബന്ധാണ്. അച്ഛൻ തിരുമേനിക്ക് ഏതാണ്ടൊക്കെ ഊഹം കിട്ടിയിട്ടുണ്ടത്രേ. അതാണ് പോലും ഇത്രയും ദൂരെ പഠിപ്പിക്കാൻ കൊണ്ടാക്കിയത്. അതെയോ? ആ. എന്നിട്ടെന്താ? നല്ല ധൈര്യം ഉണ്ടാ കുട്ടിക്ക്. നമ്മളെ പോലൊന്നുമല്ല. ജീവിക്കാന്ന് വെച്ചാ ആരെതിർത്താലും വേണ്ടില്ല, ഒരുമിച്ചേ ഉള്ളൂന്നാ. എന്നിട്ട് ടീച്ചർ എന്ത് പറഞ്ഞു? എന്ത് പറയാനാ, നാളെ കോളേജ് വിട്ട് വരുമ്പോ രവിയും കൂട്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അയാളെ കൂട്ടി ഇങ്ങോട്ട് വരികയെ? പിന്നല്ലാണ്ട്. മാഷ് വേണം അയാളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വിശദമായിട്ട് ചോദിച്ചറിയാൻ. ഞാനോ? നിങ്ങൾ സംസാരിച്ചിരിക്കൂ, ഞാനിത്തിരി കാപ്പി എടുക്കാം. വാ. ഇന്നലെ ഞാൻ കുറച്ച് മോശമായി പെരുമാറി. അലോഗ്യൊന്നും തോന്നരുത്. ഒരിക്കലുമില്ല. മാഷുടെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇങ്ങനെ പെരുമാറാവൂ. ഞാനത് മായയോട് പറയുകയും ചെയ്തു. മായയുടെ കാര്യത്തില് മാഷ് കാണിച്ച ഉത്തരവാദിത്തത്തെ കുറിച്ച്. മനസ്സിൽ തട്ടി തന്നെയാണല്ലോ ഈ പറയണതല്ലേ? 100%. ആശ്വാസായി. ഇനി നമുക്ക് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഇരിക്കൂ. ഇരിഞ്ഞാലക്കുടയിലെ എന്റെ വീട്. അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല. സ്വന്തക്കാരും ബന്ധുക്കളും എല്ലാം പുറത്താണ്. ബോംബെയിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു എനിക്ക് ജോലി. ഇപ്പോൾ അമേരിക്കയിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്. ഈ 9-ാം തീയതി പോണം. പോയാൽ 1 കൊല്ലം കഴിഞ്ഞേ വരാൻ പറ്റൂ. അതുവരെ കാക്കാൻ പറ്റാഞ്ഞിട്ടല്ല. ഇതുവരെ കാത്തില്ലേ? അതല്ല, മായയുടെ അച്ഛന്റെ സ്വഭാവം മാഷക്കറിയാലോ. അറിയാമോന്നോ? നല്ല കാര്യായി. എന്തെങ്കിലും ഒരു ഉറപ്പില്ലാതെ എങ്ങനെയാ ഞാൻ മായ ഇവിടെ ആക്കിയിട്ട് പോവുക? പോയാൽ ഇവൾക്ക് എന്താ ഒരു സമാധാനം ഉണ്ടാവുക? ഉറപ്പെന്ന് പറഞ്ഞാൽ കല്യാണം തന്നെ. അല്ലാണ്ട് ഇക്കാര്യത്ത് വേറെന്താ ഉറപ്പ്? അപ്പോ ഇതാണ് രണ്ടാളും മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കണതല്ലേ? അതെ. അച്ഛൻ തിരുമേനി സമ്മതിക്കാൻ വഴിയില്ല. സമ്മതിക്കണം, ഇല്ലാച്ച സമ്മതിപ്പിക്കണം. അക്കാര്യം ഞാൻ ഏറ്റു. എങ്ങനെയാണെന്ന് വെച്ചിട്ടാ? എങ്ങനെ ടീച്ചറേ, ഇത് നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരു പിടിപാടും ഇല്ലാത്ത കാര്യ. ഇതൊക്കെ ആണുങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വിഷയ അല്ലേ? മായമ്മയും കൂട്ടി നാളെ തന്നെ ഞാൻ ഇല്ലത്തേക്ക് പുറപ്പെടുന്നു. തടസ്സം പറയണ്ട, വരണു. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ നമ്പൂരിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോളാം. ബന്ധപ്പെട്ടത് അറിയാണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളല്ല ഇതൊന്നും. അല്ല, എന്നാലും ഒരെന്നാലും ഇല്ല. നേരെ എന്ന് പറയേണ്ട പോലെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവും. ഇല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കും. ഇതും പറഞ്ഞോണ്ട് ഈ പടി കയറി വരാൻ തനിക്ക് എങ്ങനെയാണ് ധൈര്യം വന്ന്? താൻ എന്താണോ വിചാരിച്ചതിനെ കുറിച്ച്? കേൾക്കുമ്പോ ആർക്കായാലും വിഷമം തോന്നും. പക്ഷെ ദേഷ്യപ്പെടുകയല്ല വേണ്ടത്. കാര്യങ്ങൾ ഏതായാലും ഇത്രത്തോളം എത്തി. ബുദ്ധിപൂർവ്വം ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക വേണ്ടത്. ഞാൻ പറയണ എന്താന്ന് വെച്ചാൽ, എന്തൊക്കെ വിശേഷാൽ ഉപദേശിച്ചു തന്നിട്ട് വേണ്ടോ കണ്ണാന്തി മനക്കലെ ഭദ്രൻ നമ്പൂരിക്ക് ബുദ്ധി ഉണ്ടാവാൻ? ഒരുമ്പട്ടോളെ നീ ഇത്രയ്ക്കായില്ലേടി? അവള് മധ്യസ്ഥനെ കൊണ്ടുവന്നിരിക്കുന്നു. മതിയുടെ പഠിത്തം ഇനി പുറത്തിറങ്ങണ ഞാൻ പറഞ്ഞിട്ട്. അസുരവിത്ത് അവിവേകമാണ് കാണിക്കരുത്. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു പോയി, അത് മുറിച്ചു മാറ്റാൻ പറ്റില്ല.
തനിക്ക് ഉപദേശിച്ചാ മതി, അതൊരു ഛേദവുമില്ല. മാത്രല്ല തനിക്ക് ഇതിന്റെ ദണ്ഡം മനസ്സിലാവില്ല. മക്കളുണ്ടോ തനിക്ക്? മക്കളെ നൊന്ത് വളർത്തിയവർക്ക് അവര് വഴിവഴിച്ചു പോകുമ്പോൾ ദണ്ഡം മനസ്സിലാവും. ഇനി നിൽക്കണ്ട, ഇങ്ങോട്ട് കയറി വന്ന പഠിപ്പുര വാതിലേ തുറന്നല്ലേ കിടക്കണേ. ഇറങ്ങി പോകുന്നോ അതോ ഇറക്കി വിടണോ തന്നെ? എന്തേ? മായമ്മ. ആ നമ്പൂരി ദുഷ്ടൻ മായമ്മയെ പിടിച്ചകത്തിട്ട് കഥകടച്ചു. അയാൾ എന്റെ മുഖം അടച്ചാറ്റരുതല്ല ടീച്ചറെ എനിക്ക് വിഷമം. നമുക്ക് കുട്ടികളില്ല എന്ന്, അവരെ നൊന്ത് വളർത്തിയിട്ടില്ല എന്ന്. കണ്ണി ചോരയില്ലാണ്ട് മുഖത്ത് നോക്കി പറഞ്ഞപ്പോ മനസ്സ് തളർന്നുപോയി ടീച്ചറെ. കാര്യം അയാളുടെ കുട്ടിയായിരിക്കും, വളർന്നതും അയാളുടെ ഇല്ലത്തായിരിക്കും. പക്ഷെ മായമ്മയ്ക്ക് ഒരച്ഛന്റെ അമ്മയുടെ സ്നേഹം കൊടുത്തത് നമ്മളാ, അല്ലേ ടീച്ചറെ? അല്ലാന്ന് പറയട്ടെ ആ നമ്പൂരി. വിഷമിക്കാണ്ടിരിക്കുക, ഒക്കെ ശരിയാവും. എന്ത് തന്നെയാ എന്റെ മനസ്സും പറയണത്. പക്ഷെ എങ്ങനെ ശരിയാവും ആലോചിക്കുമ്പോ ഒരു ഊഹവും കിട്ടണില്ല. ഇതെങ്ങനെ? വൈകിട്ട് വന്നു. അടുത്ത വീട്ടിലെ കുട്ടിയുടെ കയ്യില് ഒരു കത്ത് കൊടുത്തു വിട്ടു. അച്ഛൻ കാണാണ്ട് പടക്കിനിയുടെ പിന്നാമ്പുറത്തോടെ രാത്രിയിൽ ഇറങ്ങി പോരാണ്ടായ. ഇനി ഇല്ലത്തേക്ക് ഞാനില്ല. പറ്റുമെങ്കിൽ എവിടെയെങ്കിലും പോയി ഇന്ന് തന്നെ ഒരു മാലയിടും. എത്രയും പെട്ടെന്നൊരു സിവിൽ മാരേജ്. കയറി ചെല്ലാൻ ഒരു വീടും കൂടി ഇല്ലാണ്ടായി എനിക്ക്. ആകെ ചോദിക്കാനും അനുവാദം വാങ്ങാനും ഉള്ളത് ഇവിടെയാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇല്ലത്തെ കയറി ചെല്ലാൻ പറ്റാണ്ടുള്ളൂ മയമേ. ഈ വീടുണ്ട്, ടീച്ചറും ഞാനും ഉണ്ട്. ഞങ്ങൾ നടത്തിത്തരും. മുന്നിൽ നിന്ന്, അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന്.
സത്യം പറഞ്ഞ മായമ്മ ഇല്ലത്തുനിന്ന് ഇറങ്ങിപ്പോന്ന നേരം തൊട്ട് ഇന്ന് രാവിലെ ചടങ്ങ് കഴിയണവരെ എന്റെ മനസ്സിൽ തീയായിരുന്നു. ആ അച്ഛൻ തിരുമേനി ഏത് സമയത്താ വഴക്കിനും ബഹളത്തിനും കയറി വരികയെന്ന്. ആര്? ആ ശകുനം മുടക്കിയോ? മരങ്ങോടൻ. ഒഴിഞ്ഞു കിട്ടിയത് ലാഭമായി എന്ന് കരുതും അയാള്. ഞാൻ അന്വേഷിപ്പിച്ചു. കുട്ടി ഇറങ്ങിപ്പോന്നതിന്റെ പിറ്റേന്ന് പടിയടച്ച് പിണ്ണം വെച്ചു ഉത്തര അയാള്. അയാൾക്കിനി അങ്ങനൊരു മോളില്ലാന്ന്. ദുഷ്ടൻ. ഇങ്ങനൊരു അച്ഛൻ ഇല്ലാണ്ടിരിക്കുക തന്നെയാ ഭേദം. ഏതായാലും കല്യാണം കഴിഞ്ഞുല്ലോ. ഇനി എന്ത് വന്നാലും സമാധാനമുണ്ട്. പിടിച്ചേ. ശരിയാണോ നോക്കിയേ? എവിടെങ്കിലും ചെരിവുണ്ടോ? നിക്ക്. ആ ഇടത്ത് ഏറ്റവും ലേശം മുകളിലേക്ക്. അയ്യോ പിടിക്ക്, ഞാൻ വീഴും. വീഴട്ടെ. അയ്യോ ഞാൻ വീഴുവേ, കളിക്കില്ലേ. സുഖമായിട്ട് വീഴുന്നോട്ടെ, ഞാൻ പിടിച്ചോ. ഇറങ്ങിക്കോ. പതുക്കെ ഇറക്കി വിടുന്നേ വേട്ടാ. അയ്യോ വേട്ടാ, കളിക്കില്ലേ വേട്ടാ. വേണ്ടരേ വേട്ടാ, അപ്പുറത്തിപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്. കണ്ടാലെന്താ? എന്തേ? എന്താണെന്ന്? അല്ലാതെ പഴയ പോലെ അങ്ങനെ കണ്ണും തുറന്നു പിടിച്ച് എല്ലായിടവും നടക്കാൻ വയ്യാണ്ടായിരിക്കണു. എന്തൊക്കെയാ എപ്പോഴൊക്കെയാ മുമ്പിൽ വന്ന് ചാടുക നിശ്ചയില്ലാത്തോണ്ടേ. വല്ലതും കണ്ടോ? ടീച്ചർ വല്ലതും കണ്ടോ? അതല്ലേ ഞാൻ ഈ അടുക്കളയിൽ തന്നെ ഒതുങ്ങിയത്. ടീച്ചർ എന്താ കണ്ടേ? ഞാൻ എന്താ കണ്ടെന്നറിയോ? ഓ, അപ്പൊ അത് കേൾക്കാൻ താല്പര്യമുണ്ട്. ഇതെല്ലാം കൂടെ അയാളുടെ വീട്ടിൽ കൊള്ളുവന്നാ എനിക്കിപ്പോ പേടി. രവിയുടെ ബന്ധുക്കളും സ്വന്തക്കാരുമായിട്ട് അവിടെ കുറെ പേരുള്ളതാ. വെറും കൈയോടെ പോയാ നമുക്കാ കുറച്ചില്. മാഷക്ക് അതുമല്ലോ അറിയോ? അല്ല, ഈ ചക്ക ഇപ്പൊ എങ്ങനെയാ കൊടുത്തയക്ക? അയ്യോ, ഇത് വരട്ടാനാ, അല്ലാണ്ട് ചക്കയായിട്ട് ആരെങ്കിലും കൊടുത്തയക്കുവോ? മാഷ് ഇതൊന്നും മുറിച്ചേ. പോകാൻ എനിക്കും വിഷമമുണ്ട്. പക്ഷെ പോയല്ലേ പറ്റൂ. ഏറ്റവും സമാധാനം തന്നെ ഇവിടെ ആക്കിയിട്ട് പോകുന്നതിലാണ്. മാസ്റ്ററേയും ടീച്ചറുടെ അടുത്ത്. താൻ ക്ഷമിക്ക്. കൂടിയാൽ 1 വർഷം ലീവ് കിട്ടുമ്പോ ഞാൻ പറന്നു വരില്ലേ? എങ്കിൽ പിന്നെ വൈകിക്കണ്ട. ഞാൻ ഇറങ്ങട്ടെ. തുടങ്ങിയല്ലോ കരച്ചില്. ചിരിച്ചുകൊണ്ട് ഇയാളെ യാത്രയാക്കാൻ പറയൂ എന്റെ ടീച്ചറെ. നല്ല ആളോടാ പറഞ്ഞത്. വരിക. വരട്ടെ മാഷെ. കരയരുത് കരയരുതെന്ന് ഉപദേശിക്കാൻ എളുപ്പാ. അയാളിപ്പോ സുഖമായിട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് അങ്ങ് എത്തിയിട്ടുണ്ടാവും. കുട്ടി, രവിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ.